നമസ്കാരം. എഡ്യൂഗ്രാസ്പിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ട് വന്നിരുന്നു. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചതും കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിവരങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. മുഖർജി കമ്മീഷൻ, കോസ്ല കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ എന്നീ കമ്മീഷനുകളൂടി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അദ്ദേഹത്തിൻ്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷനുകളാണ്, കമ്മിറ്റികൾ ഏതൊക്കെയാണ്, കമ്മീഷനുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഷാനവാസ് കമ്മീഷൻ ആണെങ്കിൽ, ഒന്ന് മുഖർജി കമ്മീഷൻ ആണെങ്കിൽ, ഒന്ന് കോസ്ല കമ്മീഷനാണ്. അതൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഭഗത് സിംഗിനെ പറയുമ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം ജനിച്ചത് 1907 പഠിച്ചു വെക്കണേ. അദ്ദേഹം ജനിച്ചത് ലായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഭഗത് സിംഗ് രചിച്ചത് രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് അല്ലേ. ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാ? സുഭാഷ് ചന്ദ്രബോസ്. തിരിഞ്ഞു പോകല്ലേ. അപ്പോൾ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1907 1907 സൂററ്റ് പിളർപ്പ്, നമ്മുടെ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഖേദകരമായ സംഭവം എന്നറിയപ്പെടുന്ന 1907 മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് പിരിഞ്ഞ INC സമ്മേളനം 1907 സൂററ്റ് വിഭജനം. അപ്പോൾ ആ 1907 മകളെ ആര് ജനിക്കുന്നത്? നമ്മുടെ ഭഗത് സിംഗ് ജനിക്കുന്നത്. പഠിച്ചു വെക്കണം. 1907 ഭഗത് സിംഗ് ജനിക്കുന്നത്. എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇന്നത് പാകിസ്ഥാന്റെ പ്രദേശമാണ്. പഠിച്ചു വെക്കണേ. അപ്പൊ ഭഗത് സിംഗ് ജനിക്കുന്നത് ലായ്പൂർ ആണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കിഷൻ സിംഗ് സിന്ധു എന്നാണ്. കിഷൻ സിംഗ് സിന്ധു എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് വിദ്യാവതി എന്നാണ്. അദ്ദേഹത്തിന് കൂടുതലൊന്നും പഠിക്കാനില്ല. ഞാൻ ഈ പറയുന്ന വർഷങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. 1907 അദ്ദേഹം ജനിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത വർഷം നമ്മൾ പഠിക്കുമ്പോൾ 1926 ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, പഠിച്ചു വെക്കണേ. അപ്പൊ 1926 നൗജവാൻ ഭാരത് സഭ എന്ന് പറയുന്ന ഒരു സംഘടന അദ്ദേഹം രൂപീകരിക്കുന്നത്. പഠിച്ചു വെക്കണേ. അപ്പോൾ 1926 നമ്മുടെ ഭഗത് സിംഗ് കൊണ്ടുവന്നൊരു സംഘടനയാണ് നൗജവാൻ ഭാരത് സഭ. എന്നാ വന്നതെന്ന് ചോദിക്കും. 1926 പിന്നീട് ഇദ്ദേഹം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ അംഗമായത് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ വന്നത്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ ഉണ്ട്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ. തിരിഞ്ഞു പോകല്ലേ. നമ്മുടെ ഭഗത് സിംഗ് വന്നത് ഏതിനകത്താണ്? ഭഗത് സിംഗ് അംഗമായത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിൽ 1928. അപ്പോൾ 26 ഇദ്ദേഹം നൗജവാൻ ഭാരത് സഭ രൂപീകരിച്ചു. 1928 ഇദ്ദേഹം എന്ത് കൊണ്ടുവന്നു? ഇദ്ദേഹം എന്ത് ചെയ്തു? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിൽ എന്ത് ചെയ്തു? അംഗമായി. 29 ഇദ്ദേഹം നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞു. ഇദ്ദേഹവും അതുപോലെ തന്നെ ബദികേശ്വർ ദത്തും കൂടി ചേർന്ന് എന്ത് ചെയ്യാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞു. ആ ഒരു വർഷം എന്ന് പറയുന്നത് 1929 ഏപ്രിൽ 8. അപ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞത് ഭഗത് സിംഗും നമ്മുടെ ബദികേശ്വർ ദത്തും 1929 ഏപ്രിൽ 8. ഇദ്ദേഹമല്ലേ നമ്മുടെ ലാലാ ലജ്പത് റോയിയെ വധിച്ച, അന്നത്തെ പോലീസ് സൂപ്രണ്ട് ആയിരുന്ന സാൻഡേഴ്സനെ വധിച്ചതാരാ? നമ്മുടെ ഭഗത് സിംഗ് ആണ്. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ ലാഹോർ ഗൂഢാലോചന കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഭഗത് സിംഗ്. പഠിച്ചു വെക്കണം. ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അപ്പോൾ ലാലാ ലജ്പത് റോയിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സനെ വധിച്ചതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭഗത് സിംഗ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഭഗത് സിംഗ് മരണപ്പെടുന്ന വർഷം 1931 മാർച്ച് 23. പഠിച്ചു വെക്കണം. അപ്പോൾ അദ്ദേഹം 1907 ജനിച്ചു. 1926 അദ്ദേഹം നൗജവാൻ ഭാരത് സഭ രൂപീകരിച്ചു. 1928 അദ്ദേഹം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിൽ അംഗമായി. 1929 ഏപ്രിൽ 8 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബെറിഞ്ഞു. 1931 മാർച്ച് 23 അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളല്ലേ ഇത്? അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എൻ്റെ ആശയങ്ങളെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും. പക്ഷേ ഭഗത് സിംഗ് പറഞ്ഞതാണ്, എന്നെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമായിരിക്കും, പക്ഷേ എൻ്റെ ആശയങ്ങളെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ ഭഗത് സിംഗ്.
രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഭഗത് സിംഗ് അല്ലേ. ഇദ്ദേഹത്തിന്റെ വെളിപ്പേര് തൂലികാ നാമങ്ങളല്ലേ, വിദ്രോഹി എന്നും അതുപോലെ തന്നെ ബൽവന്ത് എന്നും രഞ്ജിത്ത് എന്നും അറിയപ്പെടുന്ന ആരാ? ഭഗത് സിംഗ്. പഠിച്ചു വെക്കണേ. എന്താണ്? വിദ്രോഹി എന്നും ബൽവന്ത് എന്നും അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന തൂലിക നാമങ്ങളിൽ അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ഭഗത് സിംഗ്. പഠിച്ചു വെക്കുക. അപ്പോൾ ഭഗത് സിംഗിന്റെ തൂലിക നാമമാണ് എന്തെന്ന് പറയുന്നത്? വിദ്രോഹി എന്നും ബൽവന്ത് എന്നും രഞ്ജിത്ത് എന്നും അറിയപ്പെടുന്ന ആരാണ്? ഭഗത് സിംഗ്. ഇദ്ദേഹം ലാഹോറിൽ നിന്ന് ആരംഭിച്ച ഒരു മാസിക കോമ്രേഡ്. പഠിച്ചു വെക്കണേ. നമ്മൾ എന്ന് പറയുന്ന കോമ്രേഡ് എന്ന് പറയുന്ന മാസിക ഇദ്ദേഹം ലാഹോറിൽ നിന്ന് ആരംഭിച്ചതാ. പഠിച്ചു വെക്കണേ. ലാഹോറിൽ നിന്ന് അദ്ദേഹം ആരംഭിച്ച, ഭഗത് സിംഗ് ആരംഭിച്ച മാസികയുടെ പേരാണ് കോമ്രേഡ്. പഠിച്ചു വെക്കണേ. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞൊരു കാര്യമില്ലേ, എന്താണ്? യുവാക്കൾക്കിടയിലെ പുത്തൻ ഉണർവ് എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഭഗത് സിംഗിനെയാണ്. എന്താണ് യുവാക്കൾക്കിടയിലെ പുത്തൻ ഉണർവ് എന്ന് വിശേഷിപ്പിച്ചത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭഗത് സിംഗിനെയാണ്. അപ്പോൾ രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നതും ഭഗത് സിംഗ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നതും ഭഗത് സിംഗ്. പഠിച്ചു വെക്കണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1907 ലായ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശമാണ്. 1926 നൗജവാൻ ഭാരത് സഭയാണ്. 28 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷനിൽ അംഗമായി. 29 എന്താണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞു. ആരൊക്കെയാണ്? ബദികേശ്വർ ദത്തും അതുപോലെ തന്നെ ഭഗത് സിംഗ്. ഇനി ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും എന്താണ് തൂക്കിലേറ്റിയ വർഷം 1931 മാർച്ച് 23. എന്തിനാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. പഠിച്ചു വെക്കണേ. ലാഹോർ ഗൂഢാലോചന കേസിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് ഭഗത് സിംഗിനെയാണ്. 1931 മാർച്ച് 23 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ തൂലിക നാമങ്ങളാണ് വിദ്രോഹി, ബൽവന്ത്, രഞ്ജിത്ത്. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് എന്താണ്? യുവാക്കൾക്കിടയിലെ പുത്തൻ ഉണർവെന്നാണ്. ആരെ വിശേഷിപ്പിച്ചത്? നമ്മുടെ ഭഗത് സിംഗിനെ വിശേഷിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഭഗത് സിംഗിനെ കുറിച്ച് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. തീർച്ചയായിട്ടും ഇനിയും അടുത്തൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ ഭഗത് സിംഗുമായിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതിയെടുത്ത് തന്നെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക.